നിസ്കാരം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നിസ്കരിക്കുമ്പോഴേക്കും മനസ്സ് എവിടേക്കോ പോയിട്ട് വരാം. അതുവരെ പോകാത്തിടത്തൊക്കെ ആ സമയത്ത് പോകും. ഇബ്ലീസ് ഉണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതാണെന്നാണ്. കാരണം വേറെ ഒരു വിഷയത്തിലും കോൺസെൻട്രേഷന് ബുദ്ധിമുട്ടില്ല, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ മാത്രമേ ഇത് വരുള്ളൂ. യാ അല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി തങ്ങളെ പരിശുദ്ധമായ ഉഹദ് ഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഈ ജബലിനോട് നമുക്ക് സ്നേഹമാണ്, ആ ജബലിന് നമ്മളോടും സ്നേഹമാണ് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു മനോഹരമാണത്! പുണ്യനബി എന്തിനെയൊക്കെ സ്നേഹിച്ചുവോ അതിനോടുള്ള സ്നേഹം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനയിലെ ഒരു നെയ്ത്തുകാരൻ, ഒരു ഖയ്യാത്ത്, ടൈലർ, ഹബീബായ നബി തങ്ങളെ ദഅാഹു ഇലാ തുആം, ആ മനുഷ്യനുണ്ടാക്കിയ ഭക്ഷണം പുണ്യനബിയെ കഴിപ്പിക്കാൻ ഹബീബിനെ ക്ഷണിച്ചു വീട്ടിലേക്ക്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലേക്ക് പോവുകയാണ്. അനസ് തങ്ങൾ പറയുന്നു, ആ മനുഷ്യനുണ്ടാക്കിയ ഭക്ഷണത്തിൽ ദുബാ എന്ന് പറഞ്ഞാൽ മത്തൻ എന്ന് പറയും, ചൊരങ്ങാന്നും പറയും. വലിയ പ്രയാസമുണ്ട്. കാസർഗോട്ടിൽ മലപ്പുറത്ത് പറയുന്ന ചുരങ്ങക്ക് മത്തങ്ങ എന്ന് പറയും, അവിടുത്തെ മത്തങ്ങയ്ക്ക് ഒരു ചുരങ്ങാന്നും പറയും. മത്തനാവാനാണ് സാധ്യത കൂടുതൽ എന്ന് പറയാം. കാരണം അല്പം ഉണങ്ങിയിട്ടും കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ആ നാടുകളിൽ ലഭ്യമാകാമായിരുന്ന ഒരു സംഭവം അതാണ്. ചുരങ്ങ ഒരു പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കറി വെക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നേരെ വെച്ച് മത്തൻ കുറച്ചുകൂടെ ഉണങ്ങിയാലും നിൽക്കാൻ, ഇത് രണ്ടിനും ദുബ എന്ന് പറയും. സാമരെ കൂടെ ഉണ്ട് തിരുത്തണം. ചുരങ്ങയ്ക്കും മത്തനും പറയും, പംകിനും പിന്നെ ചുരങ്ങയ്ക്ക് എന്താ പറയുക എനിക്കറിയാം. ഇത് രണ്ടിനും ദുബ എന്ന് പറയും. അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ ആ മത്തൻ്റെയോ ചുരങ്ങയുടെയോ അതിൻ്റെ അംശങ്ങൾ ഇങ്ങനെ നോക്കി കഴിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ മുതൽ എനിക്കത് ഇഷ്ടമായി, പിന്നെ ഞാനത് ഇഷ്ടപ്പെട്ടു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇമാം തുർമുദി തങ്ങളുടെ റിവായത്തുണ്ട്, ചെറിയ ദുഅഫുണ്ട് എന്നൊക്കെ പറയാറുണ്ട്, എന്നാലും അത് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. മത്തൻ്റെ വള്ളി കാണുമ്പോൾ ആ വള്ളി പിടിച്ചുകൊണ്ട് അനസ് എന്നവർ പറയുന്നുണ്ട്, എൻ്റെ ഹബീബ് കഴിച്ച ഭക്ഷണമാണ് വള്ളി, നിന്നിലുണ്ടാകുന്നത് എൻ്റെ ഹബീബിന് ഇഷ്ടമുള്ളതായിരുന്നു എന്ന് പറഞ്ഞ് ആ മത്തങ്ങയുടെയോ ചൊരങ്ങയുടെയോ ആ വള്ളി പിടിച്ച് അനസ് റളിയല്ലാഹു അൻഹു ആ സ്നേഹം ഓർത്തെടുക്കുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവിടെ മുതൽ എനിക്കത് ഇഷ്ടമായി എന്ന്. എന്തേ? അത് ഹബീബിൻ്റെ ഇഷ്ടമാണ്. ഹാദിഹി ത്വാബ, ഇത് മദീനയാണ്. വഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഈ പർവ്വതം ജബൽ ഉഹദ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നാം ഉഹദിനെയും സ്നേഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഴ തിമർത്ത് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബിയെ ഞങ്ങൾക്ക് മഴ മതി എന്ന് മദീന പള്ളിയിൽ ഹബീബ നബി തങ്ങൾ ഖുത്ബയോതുമ്പോൾ തങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞ ഒരു സ്വഹാബി, തങ്ങളോട് വന്ന് പരാതി പറഞ്ഞ സ്വഹാബി, അവിടുത്തെ പരിശുദ്ധമായ വിരലുകൊണ്ട് اللهم حوالينا ولا علينا اللهم على الأكام والجبال والضراب والأودية ومنابت الشجر എന്ന് പരിശുദ്ധമായ ഹബീബിൻ്റെ സബ്ബാബത്ത് കൊണ്ട് ആകാശത്തേക്ക് വിരൽ ചൂണ്ടുന്നു. അവിടെ ഒരു വട്ടം വരയ്ക്കുന്നു. ആ മേഘങ്ങൾ ചിന്നിച്ചിതറി പോകുന്നു, അങ്ങ് നിഷ്പ്രഭമാകുന്നു, കാണാതെയാകുന്നു. മദീനയിൽ പിന്നെ മഴ നിൽക്കുന്നു. മദീനയുടെ പരിസരത്ത് ഈ സുഹാബിയുടെ നാട്ടിൽ പിന്നെ മഴയില്ല. വേണ്ടെന്ന് പറഞ്ഞപ്പോൾ, അത് നിർത്തിവെക്കാനും മഴ വേണമെന്ന് പറഞ്ഞപ്പോൾ, അല്ലാഹുമ്മ അഗ്സിനാ റബ്ബേ ഞങ്ങൾക്ക് മഴ വേണമെന്ന് ആ പരിശുദ്ധമായ വിരലുകൾ ആകാശത്തേക്ക് ഉയർത്തി ചോദിച്ചപ്പോൾ മേഘങ്ങൾ വന്നതും വമാ ഫിസ് സമാഇ ഖുസ്അതു സഹാബിൻ, ഒരു മേഘത്തിൻ്റെ ഒരു പടലം പോലും ആകാശത്തില്ലായിരുന്നു. ഹബീബ് ദുആ ചെയ്തപ്പോഴാണിത് കിട്ടിയത് എന്നും സുഹാബിമാർ. ഞങ്ങൾക്ക് ചന്ദ്രനെ പിളർത്തി കാണിച്ചു തരണം, എങ്കിലേ വിശ്വസിക്കൂ എന്ന് പുണ്യനബി തങ്ങളോട് മുഅ്ജിസ് ആവശ്യപ്പെട്ടപ്പോൾ ഹബീബിൻ്റെ പുണ്യവിരലുകൊണ്ട് റബ്ബേ ഈ ചന്ദ്രൻ 2 പിളർപ്പാക്കി മാറ്റിത്തരണമെന്ന് പറഞ്ഞ ആ സംഭവത്തിൽ പുണ്യനബി തങ്ങൾക്ക് വേണ്ടി ആ ചന്ദ്രൻ 2 പിളർപ്പായി മാറിയത്. പ്രപഞ്ചത്തിലെ ഓരോന്നും
ഹബീബിന് വഴങ്ങിക്കൊടുക്കുന്ന വിധം അല്ലാഹു ഹബീബിൻ്റെ മഹത്വവും അളമത്തും നമുക്ക് കാണിച്ചു തരികയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, ഉലമാ അങ്ങനെയാണ്, സാദാത്യങ്ങൾ അങ്ങനെയാണ്. ഹബീബായ പുണ്യനിബിതങ്ങളിൽ നിന്നും കിട്ടുന്ന ഒരു റഹ്മത്തുണ്ട്. അവർ റഹ്മത്ത് കൊണ്ടാണ് നടക്കുന്നത്. ഭൂമിയിൽ ആസകലം റഹ്മത്ത്. ഔലിയാക്കന്മാർ ഖൽബിൽ റഹ്മത്ത് നിറച്ച് നടന്നവരാണ്. എല്ലാവരോടും ഹാദാ ഖൽഖുല്ലാഹ്. അവരുടെ മനസ്സിൽ അങ്ങനെ വരൂ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളല്ലേ. ഏത് ജാതിയാണെങ്കിലും മനുഷ്യൻ അള്ളാഹിൻ്റെ ഖൽഖല്ലയോ, ജന്തുജാലങ്ങൾ അള്ളാഹിൻ്റെ ഖൽഖല്ലേ. പുണ്യനിബിതങ്ങളാണ് അതിന് കാരണം. അള്ളാഹു ഹബീബിനെ പറഞ്ഞയച്ചത് അർറഹ്മത്തുൽ മുഹ്ദാ, ലോകത്തിന് നൽകപ്പെട്ട ഓശാരമായി ഔദാര്യമായി അള്ളാഹു ലോകത്തിന് നൽകുന്ന അള്ളാഹുവിൻ്റെ മുത്തലഖൻ റഹ്മത്താണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റഹ്മത്ത് നമുക്ക് ശരീഅത്തിൻ്റെ നിയമങ്ങളിൽ പോലും റഹ്മത്താണെന്നാണ് പുണ്യനബി ഞങ്ങൾ പറഞ്ഞ അവാമിറുകളും നഹിയുകളും, ചെയ്യണമെന്ന് പറഞ്ഞതും ചെയ്യരുത് എന്ന് പറഞ്ഞതും, നിരോധനകളും കൽപ്പനകളും അതിൽ പോലും റഹ്മത്താണ്. എല്ലാറ്റിലും റഹ്മത്ത്. ആ റഹ്മത്ത് കൊണ്ട് ഹബീബായ നിബിതങ്ങൾ അങ്ങ് ലോകത്തെ ആവരണം ചെയ്യുകയാണ് ചെയ്തത്. ആ സ്നേഹത്തെ ഒന്നുകൂടെ നമ്മൾ മനസ്സുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നൊരു മുഹൂർത്തമാണിത്. സ്നേഹം, പുണ്യനിബിയോടുള്ള അദമ്യമായ മഹബ്ബത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാനുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സിദ്ദീഖ് എന്നവരെ കഴിച്ചിട്ടല്ലേ ബാക്കി ഹബീബിൻ്റെ സ്വാഹിബുഹു ഫിൽ ഗാർ. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. പേടിച്ചു നിൽക്കുന്ന ഒരു മുഹൂർത്തം. ഒരു ഗുഹക്കകത്ത് കഷ്ടിച്ച് രണ്ടുപേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ഗുഹക്കുള്ളിൽ ശത്രുക്കളുടെ നിരന്തരമായ അന്വേഷണങ്ങൾ, പുണ്യനിബിതങ്ങളെയും ശ്രദ്ധിക്കുന്നവരെയും അന്വേഷിച്ചു കൊണ്ടുള്ള വരവ് സൗർ ഗുഹയുടെ മുമ്പിൽ വരെ എത്തി നിന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് തങ്ങളോട് പറഞ്ഞത്. തങ്ങൾ പേടിച്ചതല്ല, സിദ്ദീഖ് എന്നവർക്ക് ഭയം വന്നു. നബിയേ, കാല് നോക്കൂ നബിയേ, അവരുടെ കാലുകളാണത്. നമ്മൾ അന്വേഷിച്ചു വന്നവരെ അവരെങ്ങാനും കാലിൻ്റെ ഭാഗത്തേക്ക്, താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളവർ കാണുമല്ലോ. പേടിക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കല്ലേ ചെയ്യുക. തങ്ങളവിടുന്ന് സംസാരിച്ചു. സിദ്ദീഖേ, മാ ളന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഇവിടെ എന്ന് തോന്നുന്നുണ്ടോ? നമ്മളുടെ കൂടെ മൂന്നാമനായി അല്ലാഹു ഇല്ലേ സിദ്ദീഖേ? പിന്നെ എന്തിനാ പേടിക്കുന്നത്? ലാ തഹ്സൻ, ദുഃഖിക്കരുത്, സങ്കടപ്പെടരുത്. ലാ തഹ്സൻ. മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണിത്. ഈമാൻ അനുസരിച്ച് ജീവിക്കുന്നത് ഒരു കനൽ കയ്യിൽ പിടിച്ച പോലെ ഉണ്ടാകും എന്നാണ് നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു ഖൽ ഖാബിദ് അലൽ ജംർ. തീക്കല്ലാരി കൈ പിടിച്ചിരിക്കും, അതിട്ട് ഓടൂലേ എന്ന പോലെ പെൺകുട്ടികൾ ഹിജാബ് അഴിച്ചു ഓടിത്തുടങ്ങും. ആൺകുട്ടികൾ നിസ്കാരം താഴെ വെച്ച് ഓടിത്തുടങ്ങും. ഇസ്ലാമിൻ്റെ ഷിആറുകൾ താഴെ വെച്ച് തുടങ്ങും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് കാലം നീങ്ങുമെന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ഈ ദീനിൻ്റെ സംരക്ഷണത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പങ്ക് നിർവഹിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ.
ഒന്നുമില്ല, കൂടെ നിൽക്കുന്ന ഒരാളോടൊരു നല്ലത് പറഞ്ഞു കൊടുക്കേ, ഒരു നല്ല കാര്യം അവർക്കൊന്ന് ഫോർവേഡ് ചെയ്യേ, ഒരു നല്ലതിലേക്ക് അവരെ ക്ഷണിക്കുകയോ ചെയ്തെങ്കിൽ പോലും അത് മതി. ഇൻഷാ അല്ലാഹ് ആ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ചെറിയ ചലനം നന്മയുടെ ഭാഗത്തേക്കുണ്ടെങ്കിൽ അതിന് അല്ലാഹു കൂലി തരും. കൽഖാബിൽ അലൽ ജം, പരീക്ഷണങ്ങൾ അണമുറിയാതെ വരും, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് തീരുമ്പോഴേക്കും അടുത്തത്, ഇങ്ങനെ വരുന്നൊരു കാലഘട്ടമാണ്. എന്തു വേണം? ഓർമ്മ വേണം. ലാ തഹ്സൻ, ദുഃഖിക്കേണ്ട സിദ്ദീഖേ, സങ്കടപ്പെടരുത് സിദ്ദീഖേ, ദുഃഖിക്കരുത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട് സിദ്ദീഖേ. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ഈ ബോധം നമ്മുടെ ഖൽബിൽ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. നമ്മളാകെ നോക്കുക, ആ പാർട്ടി പോയാൽ നന്നാവോ, ശരിയാവോ, ഈ പാർട്ടിക്കാരെ നമ്മളെ സംരക്ഷിക്കോ, ഈ പാർട്ടിക്കാരെ നമ്മളെ നോക്കോ. അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്ക് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇന്നല്ലാഹ മഅനാ, ഈ പാർട്ടിക്കാരെയും അതിൻ്റെ മെമ്പർമാരും ഒക്കെ നിയന്ത്രിക്കുന്നത് മേലെന്നാണ്. പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. എല്ലാ ഖൽഖും അള്ളാഹുവിൻ്റെതാണ്. അവിടെ ആ ഒരു ഹെഡ് ഓഫീസിലേക്ക് നമ്മുടെ ഖൽബ് കൊടുക്കാൻ പറ്റിയാൽ, പുണ്യനിബിതങ്ങൾ അങ്ങേയറ്റത്തൊരു മഹബത്തിൻ്റെ, അനുരാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വലിയൊരു വിളംബരം നടക്കുന്ന ഒരു മുഹൂർത്തമാണ് ഗാർ സൗറിൻ്റേത്. സിദ്ദീഖ് എന്നവർ പുണ്യനബിയെ റളിയല്ലാഹു അൻഹു, ഹബീബായ തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നോക്കിയിട്ടാണ് ആ ഗുഹയിൽ ഇരുത്തിയത് നമുക്കറിയില്ലേ. അപ്പം നമ്മുടെ ഖൽബിൽ ഈ ചിന്ത വേണം. ലാ തഹ്സൻ, ദുഃഖിക്കണ്ട. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ ഈ വിഷയം പറയാൻ പുണ്യനബി തങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. സിദ്ദീഖ് എന്നവരെ, എന്തിനാ നിങ്ങൾ ഈ പേടിക്കുന്നത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ഈ ഉമ്മത്തിന് പുണ്യനബി നൽകിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ദഅവത്തിന്റെ ഏറ്റവും വലിയ മഹത്വം അതാണ്. ആത്മധൈര്യം നബി തങ്ങൾ നമുക്ക് തന്നു. എവിടെയും നമുക്ക് ജീവിക്കാം, ആരെയും ഭയപ്പെടേണ്ടതില്ല. നല്ല മനുഷ്യരായി നല്ല ചിന്തയിൽ ഹബീബിനെ അനുകരിച്ച് ജീവിക്കുന്ന ഒരു മുഅ്മിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഫശഹാദത്തുൻ ഫീ സബീലില്ലാഹ്, ഇല്ലേ അല്ലാഹുവിലേക്ക് നന്മയാർന്ന ഒരു ഖാത്തിമത്തിലൂടെ കടന്നു പോകാം, അല്ലെങ്കിൽ ഒരു ഷഹാദത്തിലൂടെ കടന്നു പോകാം. ഇത് രണ്ടുമല്ലാതെ രണ്ടും ഏറ്റവും നല്ല കാര്യങ്ങൾ. ഇതല്ലാതെ എന്താ മുഅ്മിന് വരാൻ പോകുന്നത്? പിന്നെന്തിനാ പേടിക്കുന്നത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, പേടിക്കേണ്ട സിദ്ദീഖേ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. സങ്കടപ്പെടരുത്. മദീനയിലേക്ക് ഹബീബായി തങ്ങൾ ഒളിച്ചും പാർത്തും പോകുന്ന നേരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്നേഹം ഹബീബായ നബി തങ്ങൾ കണ്ടു. ചിലപ്പോൾ സിദ്ദീഖ് എന്നവർ ഹബീബിൻ്റെ മുമ്പിൽ, ചിലപ്പോൾ ബാക്കില്, പിന്നെ വലതുഭാഗത്ത് കാണും, പിന്നെ കാണും ഇടതുഭാഗത്ത്. അപ്പൊ തങ്ങൾ ചോദിച്ചു, സിദ്ദീഖ് എന്നവരെ, നിങ്ങൾ എന്താണ് ചില നേരത്ത് എൻ്റെ വലത്ത്, ചിലത്ത് എൻ്റെ മുമ്പിൽ, ചിലപ്പോൾ എൻ്റെ ബാക്കില്, എന്താ നിങ്ങൾ മാറി മാറി പൊസിഷൻ എന്തേ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, യാ നബി അല്ലാഹുവിൻ്റെ റസൂലേ, അദ്കുറുർ റസ്ദ്, അങ്ങയെ പാത്തിരിക്കുന്ന ശത്രുക്കളെങ്ങാനും മുമ്പിലുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ വരും. അപ്പൊ ഞാൻ അങ്ങയുടെ മുമ്പിൽ നടക്കും. വഖാഫു അലൈക ത്വലബ്, അങ്ങയെ അന്വേഷിച്ചു വരുന്ന മക്കക്കാർ പിന്നിന്ന് വരുമോ എന്ന് എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ പിന്നിൽ വരും. പിന്നെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കള് എവിടെന്നെങ്കിലും കടന്നു വരുമോ എന്ന്, ഗ്രാമങ്ങളുണ്ട് പോകുന്ന വഴികളിൽ, അങ്ങേക്ക് ഉപദ്രവം വരുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സൈഡുകൾ ഓരോന്നും അങ്ങയുടെ പല വശങ്ങളിൽ നിൽക്കുന്നത് നബിയേ, അങ്ങേക്കൊന്നും സംഭവിക്കാതിരിക്കാനാണ്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്.